Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? Good afternoon, Miss. Question, ma'am. ഇല്ല മാം. കഴിച്ചിട്ടില്ലേ? ഇനി എപ്പോ No, കഴിക്കാനാണ്? ക്ലാസ് കഴിഞ്ഞിട്ട്. ക്ലാസ് കഴിഞ്ഞിട്ട് കഴിക്കും അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? പ്രയർ ഞാനാണ് മാം. കവിത. ഓക്കെ. ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ ഭൂവിലും കാരണനായുള്ള തമ്പുരാനേ. അച്ഛനും അമ്മയും എന്തു പറഞ്ഞാലും അക്ഷരം തെറ്റാതനുസരിച്ചും ഉള്ളിൽ വെളിച്ചം പകരും ഗുരുവിനെ ഉണ്മയിൽ സ്നേഹിച്ചും ആദരിച്ചും കൂടെ പഠിക്കുന്ന കുട്ടികളെ തൻ്റെ കൂടപ്പിറപ്പുകളായി നിനച്ചും മാതൃഭൂമിക്കായി ജീവൻ വെടിഞ്ഞോരെ മാതൃകയായിട്ടു സ്വീകരിച്ചും ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ ഭൂവിലും കാരണനായുള്ള തമ്പുരാനേ. ഓക്കെ, വെരി ഗുഡ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കേൾക്കാനായിട്ട്. താങ്ക് യു മാം. കവിതയുടെ ഹാപ്പി ബർത്ത്ഡേ ആണ് ഇന്ന്. അതെ, ഇന്ന് ഹാപ്പി ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ ആണല്ലേ? ഓക്കെ. എന്താണ് പരിപാടി ബർത്ത്ഡേ ആയിട്ട്? പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല മാം. ഇല്ല. മിസ് കുറച്ചു നേരം മുന്നെയാണ് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടതേ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇട്ടത്. താങ്ക് യു ഓൾ. താങ്ക്സ് ഫോർ ഓൾ യുവർ വിഷസ്. Many happy returns of the day, Kavita. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. താങ്ക് യു. ഓക്കെ, അപ്പോ സൈനിങ് ആരാണ്? സൈനിങ് മിസ് ഞാനാ സൈനി. ഒരു കവിതയാണ് പാടുന്നത്. പണ്ട് ഞാൻ പ്ലസ് ടുനൊക്കെ പഠിച്ചപ്പോ സ്വന്തമായിട്ട് ഇങ്ങനെ കുറിച്ച് വെച്ചാണ്, എങ്ങും പാടിയിട്ടൊന്നും ഇല്ല. അപ്പൊ ഇപ്പൊ വെറുതെ ഒന്ന് ചൊല്ലാന്ന് ഓർത്തു. വണ്ടിനു പൂവിനോടിഷ്ടം, ഇളം കാറ്റിനു പുഴകളോടിഷ്ടം, എന്തിനോ വേണ്ടി നത്തം തിരിയുന്ന കിളികൾക്കുമാരോടോ ഇഷ്ടം, എല്ലാം അറിയുന്ന മർത്യൻ തന്നിഷ്ടത്തെ അറിയാതെ പോകുന്നു കഷ്ടം. ഈ ലോകത്തിലേറ്റവും വിലമതിക്കാനാവാത്തതൊന്നു മാത്രം, അതാണല്ലോ സ്നേഹം, അതാണല്ലോ സ്നേഹം. താങ്ക് യു മിസ്. സൈനിങ് ബൈ ജോസ്ന. Okay, nice. Then Good afternoon, ma'am. Good afternoon, dear friends. I'm Gopika Isnaya. Today's thought is, yesterday is gone, tomorrow has not yet come. We have only today, let us begin. It means that a lot of people like to blame their past for their current situation. However, one should know that nothing is dependent on the past. What you have to do is to give your best in the present. It is the only way to achieve the desired success in your life.
You have to understand that blaming your past will not help you in any way as yesterday is already gone. I repeat the thought. Yesterday is gone. Tomorrow has not yet come. We have only today. Let us begin. Thank you. ഓക്കെ, വേറെ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ഉണ്ടോ നിങ്ങളുടെ ഭാഗത്തു നിന്ന്? ആക്ഷൻ സോങ്ങോ എന്തെങ്കിലും ഉണ്ടോ? ആക്ഷൻ സോങ് ഉണ്ടോ മാം? നിങ്ങൾക്ക് ഞാൻ പിക്ചർ വീലും നമ്പർ വീലും കാണിച്ചിട്ടുണ്ടോ? എന്താണ്? ഇല്ല മാം. ഇല്ല ഇല്ല മാം. അല്ലേ? ഓക്കെ ഓക്കെ, ഞാൻ അടുത്ത ദിവസം കാണിച്ചു തരാം കേട്ടോ. എന്നാ 2 കാര്യങ്ങൾ കാണിച്ചു തരാം, അത് നിങ്ങൾ ഉണ്ടാക്കണം. വെറുതെ കാണിക്കുന്നതല്ല, നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിന് പ്രത്യേകിച്ച് ഡ്യൂറേഷൻ ഒന്നും ഇല്ല. നിങ്ങൾക്ക് എപ്പോഴാണോ ഫ്രീ ടൈം ഉള്ളത് അതിനനുസരിച്ച് ചെയ്താൽ മതി. ഓക്കെ മിസ്. ഓണം വെക്കേഷൻ വരുന്നുണ്ടല്ലോ മിസ്. ഞങ്ങൾക്ക് വെക്കേഷൻ ഉണ്ടാവൂലേ മിസ്? ഉണ്ടാവും. ക്ലാസ് ചിലപ്പോ ഉണ്ടാവില്ല, 2-3 ദിവസമൊക്കെ ഉണ്ടാവില്ല. ആക്ടിവിറ്റീസ് വേറെ തന്നിട്ടുണ്ടേ. 10 days ഒന്നും പ്രതീക്ഷിക്കരുത് കേട്ടോ, 10 ദിവസം ഒന്നും പ്രതീക്ഷിക്കരുത്. ഇല്ല മിസ്, പിള്ളേർക്ക് ഉണ്ടാവുമല്ലോ. ആ, നമുക്കറിയാലോ ഓണം ഹോളിഡേസ് എന്നാണ് കലണ്ടറിൽ കൊടുക്കുക എന്നൊക്കെ ഉള്ളത്. അപ്പൊ അതിനനുസരിച്ച് 2-3 ദിവസമൊക്കെ ഉണ്ടാവാതിരിക്കും. ഓക്കെ മിസ്. പിന്നെ ആ ആഴ്ച സാറ്റർഡേ സൺഡേ ഒക്കെ വരുന്നുണ്ടല്ലോ, അപ്പൊ അതൊക്കെ കൂട്ടിയാൽ മതി നിങ്ങൾ. അപ്പൊ ഉണ്ടാകും തോന്നണം. മാക്സിമം വരെ ഉണ്ടാകാം. ഓക്കെ മിസ്. അപ്പൊ ആ സമയത്ത് നിങ്ങൾ ഫ്രീ ആയിട്ട് ഇരുന്ന് ചെയ്താൽ മതി. അപ്പൊ ഞാൻ അടുത്ത ആഴ്ച എന്തായാലും അടുത്ത ക്ലാസ്സിൽ വെനസ്ഡേ കാണിച്ചു തരാം കേട്ടോ 2 കാര്യങ്ങൾ എന്താണെന്ന്. എന്റെ വിചാരം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു എന്നാണ്, പക്ഷെ വേറെ ബാച്ചിനായിരുന്നു കാണിച്ചത്. ടോപ്പിക് എന്താണ് മിസ്? ടോപ്പിക് ഇല്ല, 2 ആക്ടിവിറ്റി പോലെ ചെയ്യാനുള്ളതാണ്. അത് ഞാൻ നിങ്ങൾക്ക് ആദ്യം പ്രസന്റ് ചെയ്യാം, ഞാൻ കൊണ്ടുവരാം അത് എന്താണെന്നുള്ളത് കേട്ടോ. എന്റെ പേര് ഒന്ന് പിക്ചർ വീലും ഒന്ന് നമ്പർ വീലാണ്. അപ്പൊ അതുപോലെ നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ ഓക്കെ. ആ ബിന്ദുജ, ഓക്കെ കേൾക്കാവോ? കൂടി മുകളിലേക്ക് ഫേസ് കേൾക്കാവോ? കേൾക്കാൻ പറ്റുന്നുണ്ട്. ഫേസ് കാണുന്നില്ല. ഫേസ് കാണുന്നില്ലേ? ഓക്കെ ആണോ? ഓക്കെ. One finger, turn, 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 turn into the crowd, crawl, crawl, crawl. 2 fingers, turn, 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 turn into the bunny, jump, jump, jump. 3 fingers, turn, 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 turn into the cat, meow, meow, meow. 4 fingers, turn, 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 turn into the butterfly, fly, fly, fly. 5 fingers, turn, 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 turn into the lion, crow, crow, crow. Thank you, ma'am. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടോ? സ്റ്റോറിയോ എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും പറയാനായിട്ട്? മിസ്, ഞങ്ങളുടെ ഇൻഡിപെൻഡൻസ് ഡേ പ്രോഗ്രാംസ് കണ്ടായിരുന്നോ? ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എന്തായിരുന്നു കഴിഞ്ഞ എന്നായിരുന്നു അത്? വ്യാഴാഴ്ചയായിരുന്നു. അതെ, വ്യാഴാഴ്ചയായിരുന്നു അല്ലെ? വ്യാഴാഴ്ച ഞാൻ പെട്ടെന്ന് പോകേണ്ടി വന്നു. ഞാൻ കേറാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മിസ്സുമാരെയൊക്കെ ഇൻവൈറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പൊ എല്ലാ മിസ്സുമാരും ബിസി ആയിരുന്നു ക്ലാസ് അല്ലേ? അതെ അതെ, പെട്ടെന്ന് പോയി. ഞാൻ ഉച്ചയ്ക്ക് ശേഷം പെട്ടെന്ന് വീട്ടിലോട്ട് പോയി. അപ്പൊ പിന്നെ കാണാൻ പറ്റിയില്ല. ഞാൻ നോക്കട്ടെ, ക്ലാസ് ഉണ്ടാവുമല്ലോ, അത് നോക്കാം. ഡാൻസിന്റെ വീഡിയോ മാത്രം നമ്മളെ കിട്ടിയില്ല മിസ്. ഡാൻസ് സോങ് വെച്ച നമ്മുടെ കൂട്ടുകാരിനെ മാത്രമേ കിട്ടിയത്. ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു, ഗ്രൂപ്പ് ഡാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് മിസ്സായി പോയി. അതായത് എല്ലാവരുടെയും വീഡിയോ മിസ്സായി പോയി. അപ്പൊ അത് സൗണ്ട് എവിടെയാണ് ഫോക്കസ് ചെയ്യുന്നത് അതേപോലെ മാം ഉണ്ടായത്. സൗണ്ട് എവിടെയാണ് ഫോക്കസ് ചെയ്യുന്നത് അവിടെയാണ് നമുക്ക് വീഡിയോ കാണിക്കുന്നുണ്ടായിരുന്നത്.
ഇപ്പൊ പാട്ട് വെച്ചത് നികിതയായിരുന്നു. അപ്പൊ നികിതേനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്തേക്കണേ. ഞങ്ങള് കളിക്കണത് പാട്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ. എത്ര നേരം ഉണ്ടായിരുന്നു പ്രോഗ്രാം? ക്ലാസ് ഫുൾ ആയിട്ട് ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ ക്ലാസ് ഇല്ല, കുറച്ചു നേരം ഉണ്ടായിരുന്നു. അതായത് മിസ് കുറച്ച് ആക്ടിവിറ്റീസ് പറഞ്ഞു. ആ ഓക്കെ. അപ്പൊ എല്ലാവർക്കും സന്തോഷായി അല്ലെ? സ്വീറ്റ്സ് മാത്രം കിട്ടിയില്ല അല്ലെ? ബാക്കി എല്ലാവരും മിഠായി മാത്രം കിട്ടിയില്ല. ഓക്കെ. അപ്പൊ എന്തായാലും അടിപൊളിയായിരുന്നു എന്ന് മനസ്സിലായി വർത്താനത്തിൽ. ഓഫ്ലൈൻ ആയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ലഡു ഒക്കെ കിട്ടിയേനെ. ലഡു, ചോക്ലേറ്റ്. മിസ്സേ, ഞങ്ങളെ ഡാൻസ് കളിക്കുന്നവർക്ക് കാണാൻ പറ്റില്ലല്ലോ ഡാൻസ് എങ്ങനെയാണ്. അപ്പൊ ഞങ്ങള് അടുത്ത ദിവസത്തെ ക്ലാസ് റൂമില് വീഡിയോ വരുന്നത് നോക്കി കാത്തു ഇങ്ങനെ ഇരിക്കുവായിരുന്നു. വീഡിയോ വന്നു കഴിഞ്ഞ് ഡാൻസ് കാണാൻ വേണ്ടി ആകാംക്ഷയോടെ ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും നികിതേനെ മാത്രമേ കാണുന്നുള്ളൂ. പാട്ട് വെച്ച ആള് വേറെ ആളായിരുന്നു. അത് വലിയ കോമഡി ആയിപ്പോയി. അനുമോൾ ഒപ്പീനിയൻ വന്ന് പറഞ്ഞു, നമുക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട് ഇംഗ്ലീഷിന്റെ, അപ്പൊ അതിൽ വന്ന് പറഞ്ഞു എല്ലാരും നന്നായിട്ട് കളിച്ചിട്ടുണ്ട്, ഗുഡ് പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞു. അനുമോളുണ്ട് ഡാൻസില്. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ എല്ലാരും പോയി നോക്കിയത്. നോക്കിയപ്പോ നികിതേനെ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഡാൻസ് കളിക്കുന്ന ഞങ്ങളിന്നും. രണ്ടാമത് റോസ്മി റെക്കോർഡ് ചെയ്തു ചെറുതായിട്ട്. അത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് മിസ്. അത്യാവശ്യം കുറച്ച് കളിച്ചു എന്നുള്ളതെങ്കിലും കിട്ടിയിട്ടുണ്ട്. സീറ്റ്സ് കിട്ടിയില്ലെങ്കിലും അപർണ മിസ് നല്ലൊരു ഒപ്പീനിയൻ പറഞ്ഞപ്പോ എല്ലാരും നല്ല ഒരു എന്താ പറയാ, ഈ ഗ്രൂപ്പ് നല്ല ഒരു ഇതാണ് എന്ന് എല്ലാരും നല്ല സ്നേഹത്തിലാണ് എന്നൊക്കെ പറഞ്ഞപ്പോ ഒരു സീറ്റ്സ് കിട്ടിയ പോലെ തന്നെ ഫീല്. ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ വരുമ്പോ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടക്ട് ചെയ്യാം. ഇപ്പൊ ഓണം വരുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഓണത്തിന്റെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാം. എല്ലാവരും സെറ്റ് സാരി ഒക്കെ എടുത്തിട്ട് വരാം. അതെ മിസ്. ഐശ്വര്യക്ക് വിഷമമുണ്ട്. ഐശ്വര്യ പോയ സ്ഥലത്ത് UAE-യിലാണ് ആള്. അപ്പൊ അവിടെ ഓണം ഇല്ല എന്ന് പറഞ്ഞിട്ടൊരു സങ്കടമാണ്. ഇവിടെ ആലുവയിലുള്ള ഇവിടെ അടുത്തായിരുന്നു. അപ്പൊ ഐശ്വര്യോട് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, സെറ്റ് സാരിയൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഓണം ആഘോഷിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പൂക്കളം ഇടാ. ഇപ്പൊ അങ്ങനെയൊക്കെയാണല്ലോ മിസ്. കൊറോണ ടൈമില് എല്ലാരും വീട്ടില് പൂക്കളം ഇട്ടിട്ട് മക്കളുടെ വീഡിയോ ഞങ്ങൾ അയച്ചു കൊടുക്കണം മിസ്സിന്. അവരൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെയൊക്കെ ആയിരുന്നു കൊറോണ ടൈമിലെ ഓണം. അതുപോലെ അപ്പൊ നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓണത്തിന്റെ പ്രോഗ്രാം നിങ്ങൾ എല്ലാവരും കൂടി ഗ്രൂപ്പിൽ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഓണപ്പാട്ട് അതുപോലെ പലതരം. പക്ഷെ ഓണത്തിന് വേണം കേട്ടോ മിസ്സേ, എല്ലാരും വേണം പറ്റിയ. എന്തായാലും ഒരു എല്ലാ മിസ്സുമാരെ ഇൻവൈറ്റ്, നമ്പർ തന്നില്ല കേട്ടോ സാറ്, അല്ലെങ്കിൽ ഇൻവൈറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. നിങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞാൽ മതി സാറിനെ, എല്ലാവരും ഞങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഇപ്പൊ തന്നെ അഡ്വാൻസ് ആയിട്ട് ഞങ്ങള് വിളിച്ചിരിക്കുകയാണെന്ന് ഞങ്ങളെ ഇൻവിറ്റേഷനായിട്ട് വിചാരിച്ചോളാം. മിസ്സുമാരുടെയും പ്രോഗ്രാംസ് എന്തെങ്കിലും വേണം. അതെ, അല്ല കാരണം എന്താ, ആ സമയത്ത് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിലോ, അതുകൊണ്ടാ. പറഞ്ഞാ മതി, നിങ്ങൾ അറേഞ്ച് ഒക്കെ ചെയ്തിട്ട് ഒന്ന് പറഞ്ഞു നോക്കൂ. ഒരു ബാച്ചിലെ കുട്ടികൾ ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ ഒരു ഓർമ്മ. അത് ഏത് ഓണത്തിന്റെ പ്രോഗ്രാം ആണോ ഏതാണെന്ന് എനിക്കറിയില്ല. ഈദുൽ ഫിത്തറിനെ പ്രമാണിച്ചാണോ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല എന്താണെന്ന്. അപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് അറേഞ്ച് ചെയ്യാം. ഗ്രൂപ്പിൽ ഓണത്തല്ലൊക്കെയാണ് പരിപാടി ബുക്ക് നോക്കണത് എല്ലാരും. ഓണത്തല്ലൊക്കെ എങ്ങനെയാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വാക്കുകൊണ്ടായിരിക്കും. ഈ ഇൻഡിപെൻഡൻസ് ഡേയുടെ കോർഡിനേറ്റർ ആരായിരുന്നു എല്ലാരും നടത്തിയത്? എല്ലാരും തീരുമാനിച്ചതാണ് മിസ്. ബിന്ദുജ, ഞാൻ, പിന്നെ എല്ലാരും കൂടി ഇങ്ങനെ ചോദിച്ചു. ഞങ്ങളുടെ പ്രത്യേകം ഗ്രൂപ്പിൽ നിന്ന് ഒരു സോങ്, പിന്നെ ഇതേപോലെ തന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഡിപെൻഡൻസിന്റെ പാട്ട്, അങ്ങനെ എല്ലാ ഗ്രൂപ്പിൽ നിന്ന് ഇഷ്ടമുള്ളവരോടൊക്കെ ഒരു ഗ്രൂപ്പ് തീരുമാനിച്ചിട്ട് അങ്ങനെ ചെയ്തു. അപ്പൊ ഇപ്പൊ കുറെ പേർക്ക് പിന്നെയും താല്പര്യമുണ്ട്. അപ്പൊ ഇനി ഓണത്തിലേക്ക് ആക്കിയത്. ടൈം കുറവല്ലേ മിസ്, 1 മണിക്കൂറല്ലേ ഉള്ളു. അപ്പൊ അതിന്റെ ഇപ്പൊ ഒരു പ്രോഗ്രാം നടത്തിയപ്പോഴാണ് ഞങ്ങൾക്കും നടത്തായിരുന്നല്ലോ, ഞങ്ങൾക്ക് എന്തിലേക്കൊക്കെ കൂടായിരുന്നല്ലോ എന്ന് ഒത്തിരി പേർക്ക് തോന്നിയത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞാൽ നമുക്ക് എന്നാ ഓണത്തിന് എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. തിരുവാതിര പഠിപ്പിച്ചിട്ടുണ്ട് മിസ് ഞാൻ. അപ്പൊ ഒരു ആൽബം ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ തീർത്ഥ സുഭാഷ്, നമ്മുടെ അമൃത ടിവിയിലെ സ്റ്റാർ സിംഗർ, മുമ്പ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൽ ഉണ്ടായിരുന്നു ആ കുട്ടി. അപ്പൊ അവരുടെ ഒരു റീല് ചെയ്തിട്ട് അങ്ങനെയാണ്
ഇതിലേക്ക് വന്നത്. അപ്പൊ അതൊരു ഓർമ്മയാണ്. അപ്പൊ ആ തിരുവാതിര തന്നെ വേണമെങ്കിൽ നമ്മുടെ ഇതിലും നോക്കണം എന്നുണ്ട്. എളുപ്പമുള്ള രീതിയിൽ സ്റ്റെപ്പ് ഇട്ടിട്ട് അങ്ങനെ ഒരു പ്രോഗ്രാം കുട്ടികള് നടത്തുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ബാച്ചിലൊരു കുട്ടികള്, ഞങ്ങളുടെ MT3 ബാച്ചിലെ കുട്ടികള് ടീച്ചേഴ്സ് ഡേ ആയിട്ട്, കഴിഞ്ഞ വർഷം ടീച്ചേഴ്സ് ഡേ ആയിട്ട് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള എന്താ പറയാ എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെയാണ് അവര് തന്നത്. രാത്രി ക്ലാസ് ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. നൈറ്റ് ക്ലാസ്സിന് പ്രത്യേകം പരിപാടികളും കാര്യങ്ങളൊക്കെ വെച്ചു. ടീച്ചേഴ്സ് എല്ലാവരും വരത്തക്ക രീതിയിലുള്ള അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ അവർ ഒരു സർപ്രൈസ് ആയിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങളോട് ആരും പറഞ്ഞിരുന്നില്ല. സാറ് തന്നെ ചോദിച്ചത് ഫ്രീ ആണോ ആ സമയത്ത് വരാമോ എന്നാണ് ചോദിച്ചത്. അപ്പൊ ഒരു സർപ്രൈസ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും തന്നത്. അതൊക്കെ ഓർമ്മ വരുന്നപ്പോ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങള് കേട്ടപ്പോ. ഓക്കെ, എന്തായാലും നല്ല രീതിയിൽ ചെയ്യാം. പ്രോഗ്രാം ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ അതിനനുസരിച്ച് അറേഞ്ച് ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ മംസ് വരെയാണല്ലേ എടുത്തത്? മംസ് ആണോ? അതെ അതെ. അടുത്തത് ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് റീഡ് ചെയ്യാം കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് നോക്കി ഒന്ന് റീഡ് ചെയ്യാം. 3 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. വെൻ, വാട്ട്, വൈ. എപ്പോൾ, എന്തിനാണ്, എന്തുകൊണ്ട്. അങ്ങനെ 3 ചോദ്യങ്ങൾ ചോദിച്ചിട്ടാണ് ആ ടേബിൾ അവിടെ ഫില്ല് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതൊന്ന് റീഡ് ചെയ്യാം കേട്ടോ. ഒരു 5 മിനിറ്റ് എടുത്തിട്ട് റീഡ് ചെയ്യാം. മിസ് ഒരു ആക്ടിവിറ്റി പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഞാൻ ഇടയ്ക്കൊന്ന് ലെഫ്റ്റ് ആയിരുന്നു. ആക്ടിവിറ്റി എന്തായിരുന്നു? എന്തോ പിക്ചർ വീലോ അങ്ങനെ എന്തോ മിസ് പറഞ്ഞു. ഞാൻ പറഞ്ഞതല്ലേ, അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ കാണിക്കാം കേട്ടോ. ഓക്കെ മിസ്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണിക്കാം. ഇപ്പൊ ഞാനത് വേറൊരു ബാച്ചിന് കാണിക്കാനായിട്ട് വേറൊരു മിസ്സിന്റെ കൊടുത്തയച്ചേക്കുവാണ്. ഓക്കെ, ഇപ്പൊ അവരത് കാണിക്കുന്നുണ്ടാവും അവിടെ. അപ്പൊ ഞാൻ എന്തായാലും അടുത്ത ക്ലാസ്സിൽ കാണിക്കാം. റീഡ് ചെയ്തോളൂ കേട്ടോ.
ഓക്കെ, ഒരാളൊന്ന് പറഞ്ഞേ, ഒന്നൊന്ന് വായിച്ചിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. ഞാൻ അതിന്റെ മോള് അല്ലേ? ബിഫോർ ബർത്ത് ടു ഗിവൺ ടു ദ മദർ, ടെറ്റനസ്, പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ടെറ്റനസ്. ഹെഡിങ് ഒന്ന് വായിക്കാമോ? When before birth to given to the mother. അതല്ല, അതിന് തൊട്ട് മുമ്പ് ഒരു ഹെഡിങ് കൊടുത്തിട്ടില്ലേ, ഒരു കാര്യം മെൻഷൻ ചെയ്തിട്ടില്ല. A regular immunization schedule needs to be followed since the time of the birth of the child till the stage mentioned in the schedule. When before birth to given to the mother. What? Tetanus. Why? Protects against tetanus. മദറിന് നൽകുന്ന ഒരു ഇഞ്ചക്ഷൻ ആണ്. അത് കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ TT എടുക്കുന്നതാണ്. ടെറ്റനസിന് വേണ്ടിയിട്ടുള്ള ടെറ്റനസിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചക്ഷൻ ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ടെറ്റനസിന്റെ കാര്യം പറഞ്ഞപ്പോൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രഗ്നന്റ് ലേഡീസിന് എടുക്കുന്നത്. ഓക്കെ. പിന്നെ ആസ് സൂൺ ആസ് പോസിബിൾ ആഫ്റ്റർ ബർത്ത് BCG നൽകുന്നുണ്ട്. പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ട്യൂബർകുലോസിസ് TB. അറ്റ് ദി ടൈം ഓഫ് ബർത്ത്, കുഞ്ഞുണ്ടാകുന്ന സമയത്ത് അപ്പൊ തന്നെ എടുക്കുന്ന ഇഞ്ചക്ഷൻ ആണ് BCG. ട്യൂബർകുലോസിസിനെതിരായിട്ടുള്ള ഇഞ്ചക്ഷൻ ആണ്. കുഞ്ഞ് ജനിച്ച് എത്രയും പെട്ടെന്ന് എന്തോ എടുക്കണം, BCG കൊടുത്തിരിക്കണം. ഓക്കെ. പിന്നെ ഏജ് 6 വീക്സ് DPT പോളിയോ ഡ്രോപ്സ് പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് പോളിയോ, ഡിഫ്തീരിയ, പെർട്ടൂസിസ് ആൻഡ് ടെറ്റനസ്. ഒരു 6 ആഴ്ചക്കുള്ളിൽ DPT പോളിയോ ഡ്രോപ്സ് കൊടുക്കണം. അത് പോളിയോയ്ക്ക്, ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ് എന്നീ രോഗങ്ങൾക്കെതിരെയുള്ള വാക്സിനാണ്. ഏജ് 6 ആഴ്ചയിലുള്ളിൽ നൽകേണ്ട വാക്സിനാണത്. പിന്നെ ഏജ് 6 വീക്സ് ഓൺവാർഡ്സ് 3 ഡോസസ്, മന്ത് 6 മന്ത്. Hepatitis B protects against jaundice at 0 to 1. 6 ആഴ്ചയിൽ തന്നെ എടുക്കേണ്ട ഇഞ്ചക്ഷൻ ആണ് ഹെപ്പറ്റൈറ്റിസ് B. അത് ജോണ്ടിസിന്, അതായത് മഞ്ഞപ്പിത്തത്തിനെതിരായിട്ടുള്ള വാക്സിൻ ആണ്. ഏജ് 10 വീക്സ് സെക്കൻഡ് ഡോസ്. അതിന്റെ സെക്കൻഡ് ഡോസ് ആണ് 10 ആഴ്ചയാകുമ്പോൾ എടുക്കേണ്ടത്. DPT പോളിയോ പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് പോളിയോ, ഡിഫ്തീരിയ. പോളിയോയ്ക്കും ഡിഫ്തീരിയയ്ക്കും എതിരായിട്ട് എടുക്കുന്ന വാക്സിൻ ആണ്. കുഞ്ഞിന് 10 ആഴ്ച പ്രായമാകുമ്പോൾ സെക്കൻഡ് ഡോസ്. ഏജ് 14 വീക്സ് തേർഡ് ഡോസ്. 14 വീക്സിനുള്ളിൽ തേർഡ് ഡോസ് എടുക്കണം. DPT പോളിയോ ആസ് നോട്ടഡ് എബോവ് പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് പോളിയോ, ഡിഫ്തീരിയ. പോളിയോയ്ക്കും പ്രൈമറി ഡോസ് ആണ് കേട്ടോ. 6th വീക്ക്, 10th വീക്ക്, 14th വീക്ക്. അതാണ് പ്രൈമറി ഡോസ്. ഓക്കെ. ഏജ് 3 മന്ത്സില് 9th മന്ത് ആകുമ്പോഴത്തേനും മീസിൽസിന്റെ വാക്സിൻ കൊടുക്കുന്നുണ്ട്. പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് മീസിൽസിനെതിരായിട്ടുള്ള വാക്സിൻ ആണ്. അത് ഏജ് 9 മന്ത്സിലാണ് കൊടുക്കുന്നത്. പിന്നെ ഏജ് 15 to 18 മന്ത്സ് MMR വാക്സിൻ. കുഞ്ഞിന് ഒരു 15 മുതൽ 18 മാസത്തിനിടയിൽ MMR വാക്സിൻ കൊടുക്കുന്നുണ്ട്. മീസിൽസ്, മംസ്, റുബല്ല. മീസിൽസിനും മംസിനും റുബല്ലയ്ക്കും എഗെയിൻസ്റ്റ് ആയിട്ട് എടുക്കുന്ന വാക്സിനാണ് MMR. ഏജ് 18 മന്തില് DPT പോളിയോ ഡ്രോപ്സ് ബൂസ്റ്റർ ഡോസ് ആണ്. 18 മന്തില് കുഞ്ഞിന് 18 മാസം പ്രായമാവുമ്പോൾ DPT പോളിയോ ഡ്രോപ്സ് നമ്മൾ ബൂസ്റ്റർ ഡോസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആഫ്റ്റർ 24 മന്ത്സ്, കൊച്ചിന് 1 വയസ്സിന് ശേഷം ടൈഫോയിഡിന്റെ ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്. പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ടൈഫോയിഡിനായിട്ടുള്ള എതിരുള്ള വാക്സിൻ ആണ് 24 മന്തിന് ശേഷം എടുക്കുന്നത്. താഴെയുള്ളതും കൂടി ഒന്ന് വായിക്കാൻ മതിമോളെ, അവിടെ കൊടുത്തിരിക്കുന്നേ. The teacher should be aware of the common childhood diseases and be careful to notice if any child catches ailment which may be acquired by others. The teacher's knowledge of healthcare and immunization can help society from dangerous epidemics. എന്താണ് പറയുന്നത് ഇതിനകത്ത്? നമ്മളൊരു ടീച്ചർ ആയിരിക്കുമ്പോൾ കുട്ടികളിൽ ഉണ്ടാകുന്ന കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസിനെ കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം. പിന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും ഇതിന്റെ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ അതിന്റെ ഇമ്മ്യൂണൈസേഷനും ഹെൽത്ത് കെയറിനെ കുറിച്ചൊക്കെ അറിവുണ്ടായിരിക്കണം. ഓക്കെ. അപ്പൊ നമ്മൾ എന്തിനാണ് ഇത്രയും രോഗങ്ങൾ പഠിച്ചത് ഇതിനകത്തുള്ളത്? ഞാൻ എത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് തന്നില്ലേ? സിംറ്റംസ് ഉള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നല്ലേ? സിംറ്റംസ് പറഞ്ഞു, അതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്ന് പറഞ്ഞു, അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ടീച്ചർ അറിഞ്ഞിരിക്കേണ്ടത്?
നമ്മൾ സ്കൂളിൽ ചെല്ലുമ്പോൾ കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവർക്ക് എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുവാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അത് തന്നെ. അതായത് ടീച്ചറിന് കോമൺ ആയിട്ടുള്ള ചൈൽഡ്ഹുഡ് ഡിസീസിനെ കുറിച്ച് അവയർനെസ് ഉണ്ടായിരിക്കണം, ഒരു ബോധം ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന നേരിയ സിംറ്റംസ് പോലും കണ്ടുകൊണ്ട് അവർക്ക് അത് ഐഡന്റിഫൈ ചെയ്യാനും അത് പാരന്റ്സിനെ എത്രയും പെട്ടെന്ന് അറിയിക്കാനും സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ടീച്ചേഴ്സിന് ഇത്തരത്തിലുള്ള അവയർനെസ്സിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? സൊസൈറ്റിയിൽ വരുന്ന ഡേഞ്ചറസ് ആയിട്ടുള്ള എപ്പിഡമിക്സിൽ നിന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട് പലവിധ രോഗങ്ങളിൽ വരുന്ന അസുഖങ്ങൾ കണ്ടുപിടിക്കാനും, പിന്നെ അതുപോലെ തന്നെ ചിലത് പകരുന്ന അസുഖങ്ങളുണ്ടല്ലോ മിസ്, അപ്പൊ അതിൽ നിന്നും കുട്ടികളെ ഒരുമിച്ചാക്കി ഇരുത്തണ ഇതൊക്കെ മാറ്റി അവരെ സംരക്ഷിക്കാനും കണ്ടുപിടിക്കാം, ഐഡന്റിഫൈ ചെയ്യാം. അതുമൂലം അത് പകരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യാനായിട്ട് പറ്റും. അപ്പോ നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ, അപ്പൊ ഒരു കുട്ടിക്ക് ഒരു മീസിൽസ് ഉണ്ടെന്ന് വിചാരിക്കുക, ചെറിയ ലക്ഷണങ്ങളൊക്കെ ആണെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല നിങ്ങൾക്ക്. ഇത് മനസ്സിലുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ടെക്സ്റ്റിൽ ഇല്ലെങ്കിൽ കൂടിയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ഒരു ഏരിയയിലോട്ട് പോകാം. ഹെൽത്ത് ചെക്കപ്പിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. റീഡ് ചെയ്തോളൂ കേട്ടോ. ഹെൽത്ത് ചെക്കപ്പ് ആദ്യം മൈൻഡിൽ റീഡ് ചെയ്യൂ, എല്ലാവരും ആദ്യം മൈൻഡിൽ റീഡ് ചെയ്യൂ, എന്നിട്ട് ഞാൻ ലുസിയനെ കൊണ്ട് വായിപ്പിക്കാം. ഓക്കെ, റീഡ് ചെയ്ത് കഴിയുമ്പോ ഒന്ന് തമ്പ് ചെയ്യാം. ഇറുതിയ ഓക്കെ ആണോ റീഡ് ചെയ്യാൻ? ഓക്കെ, ഒന്ന് വായിച്ചോളൂ. എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. Health checkup. A regular health checkup of the child should be attempted and a health record should be maintained. Health examination should include general appearance, body structure, recording of pulse, temperature measurement, height, weight, respiratory rate, chest and abdomen examination, neck, eyes, ears, nose, throat, teeth, hair, skin, nail, vision, hearing, mental impartiality, movement of limbs, urine and stool examination, etc. This helps in early detection of defects such as defective vision, dental caries, etc. A health checkup should be the duty of parents as well as the school. Any problem diagnosed or disclosed should be immediately attended to. എന്താ മനസ്സിലായത് ചെക്കപ്പ് വായിച്ചപ്പോ? ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തായാലും ഒരു ഹെൽത്ത് ചെക്കപ്പ് റെഗുലറായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ഓരോ വ്യക്തികൾക്കും പലതരത്തിലായിരിക്കും ജനറൽ അപ്പിയറൻസ്, ബോഡി സ്ട്രക്ചർ, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ. അപ്പം നമ്മൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടത് നല്ലതായിരിക്കും. നമ്മൾ ടെമ്പറേച്ചർ, അതുപോലെ ഹൈറ്റ്, വെയിറ്റ്, ചെസ്റ്റ്, അങ്ങനെ ഓരോ നമ്മുടെ ഹാർട്ട് ബീറ്റ് അങ്ങനെയൊക്കെ നമ്മൾ മെഷർ ചെയ്യില്ലേ, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, ECG അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ എടുക്കില്ലേ, ഐസ്, നോസ്, ത്രോട്ട്, ടീത്ത്. അപ്പം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും ഒരു ഹെൽത്ത് ചെക്കപ്പ് എടുക്കുന്നത് നല്ലതാണെന്നാണ് പറയണേ. നമ്മുടെ പാരൻസിനായാലും നമ്മുടെ സ്കൂളിലാണെങ്കിലും നമ്മുടെ അധ്യാപകർക്കൊക്കെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കുട്ടികൾക്കാണെങ്കിലും എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ കാണുകയാണെങ്കിൽ ഹെൽത്ത് ചെക്കപ്പ് എടുക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു ഇതുണ്ടെന്നാ പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഹെൽത്ത് ചെക്കപ്പ്? നിങ്ങൾ ചെയ്യാറുണ്ടോ? ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാറുണ്ടോ എല്ലാ വർഷവും?
ചെയ്യാറുണ്ട് മിസ്. ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട്. ചെയ്യാറുണ്ടല്ലേ? അത് ചെയ്യുന്നേ ജയശ്രീ ചെയ്യാറുണ്ട്. ഹെൽത്തിൽ നിന്ന് നമുക്ക് വരും ഇപ്പൊ അംഗൻവാടിയിലുള്ള സമയത്ത് ഞങ്ങൾക്ക് ഇതെല്ലാം ഷുഗർ BP ഒക്കെ എല്ലാവരുടെയും ഇങ്ങനെ ഓരോരുത്തരെ വിളിക്കും അവര്. അപ്പൊ അന്നത്തെ ദിവസം ഹെൽത്തില് നേഴ്സുമാര് വരും, ഇത് ചെക്ക് ചെയ്യുന്ന ആൾക്കാർ വരും, ഡോക്ടേഴ്സ്. എന്നിട്ട് അവര് പറയും എന്തൊക്കെയുണ്ട് അസുഖങ്ങൾ, BP ഷുഗർ അതൊക്കെയാണ് മെയിൻ ആയിട്ട് മിസ്. BP ഷുഗർ ഹീമോഗ്ലോബിൻ ഒക്കെ നോക്കും. ഹീമോഗ്ലോബിൻ നമ്മള് BP ഷുഗർ മാത്രം നോക്കിയിട്ട് കാര്യമില്ല എന്നാട്ടോ ഞാൻ പറയണത്. നമ്മള് ശരീരത്തിന്റെ ഉള്ളിലുള്ള എല്ലാതും ചെക്കപ്പ് ചെയ്ത് നോക്കണം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം എന്താ വെച്ചാല് എൻ്റെ ഹസ്ബൻഡിന്റെ അനിയത്തി ഇതേപോലെ ഭയങ്കര ക്ഷീണം, ആൾക്ക് ഭയങ്കര ക്ഷീണം, കാലുമേ നീരുണ്ട്. പക്ഷെ ആൾക്ക് എന്താന്നൊന്നും അറിയില്ല. ജസ്റ്റ് വെറുതെ പോയിട്ട് ബ്ലഡ് ഒന്ന് ചെക്കപ്പ് ചെയ്തപ്പോ പറഞ്ഞ് കിഡ്നി മുക്കാലും പോർക്കണു ആൾക്ക്. അപ്പൊ അത് എന്താന്ന് വെച്ചാല് പ്രഷറിന്റെ ഗുളിക കഴിക്കുന്നുണ്ട് ആള്. പക്ഷെ ആള് ചെക്കപ്പ് ചെയ്യണില്ല, കുറഞ്ഞോ കൂടിയോന്നോ ഒന്നും നോക്കണില്ല. ഗുളിക ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ദിവസം ഇങ്ങനെ കഴിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അതിന്റെ പേരിൽ ഉണ്ടായതാണെന്നാ പറഞ്ഞത് ഡോക്ടേഴ്സ്. എനിക്ക് ഉണ്ടായ അനുഭവം എന്താന്ന് വെച്ചാ ഭയങ്കരമായിട്ട് ഇടയ്ക്ക് ക്ഷീണമായിരുന്നു. കാരണമില്ലാണ്ട് ഭയങ്കര പെയിൻ ഒക്കെ ഉണ്ടാവുമായിരുന്നു. അപ്പം ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ ഈ യൂട്യൂബൊക്കെ നോക്കുമ്പോഴത്തേക്ക് അറിയാലോ എന്തെങ്കിലും കുറവിന്റെ ആണെന്നൊക്കെ അവര് പറയും. ശരി, അതാണോ എന്ന് നോക്കാൻ വേണ്ടി ഞാൻ വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാണ്. പക്ഷെ അത് കറക്റ്റ് ആയിരുന്നു. വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടായിരുന്നു. കാരണം 35 ഏജ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് ഈ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. അത് കാരണം നമുക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം ഉണ്ടാവുക, പെയിൻ, മസിൽ പെയിൻ ഒക്കെ ഉണ്ടാവും, ഭയങ്കരമായിട്ട് ഹെയർ ഫോൾസ് ഒക്കെ ഉണ്ടാവും, നമുക്ക് ഭയങ്കര ലേസിനെസ് ഫീലിംഗ് ആണ്. അത് എന്തായാലും ചെക്ക് ചെയ്ത് നന്നായി. അപ്പൊ തന്നെ ഞാൻ ആയിട്ടുള്ള ആൾക്ക് ഇത് കാണിച്ചപ്പോഴത്തേക്കും ഡോക്ടർ പിന്നെ ടാബ്ലറ്റ് എഴുതി തന്നു വൈറ്റമിന്റെ. അത് ഇങ്ങനെ ഒരു 3 മാസം യൂസ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് വീണ്ടും ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു. ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പൊ ഏതാണ്ട് നോർമൽ ആയി തുടങ്ങി. നമുക്ക് വൈറ്റമിൻ ഡി ഒന്നും അങ്ങനെ കിട്ടാറില്ലല്ലോ. സിംറ്റമോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ദയവേത് ഗൂഗിള്, യൂട്യൂബ്, അതുപോലെ AI ഉപയോഗിച്ചിട്ടുണ്ട്. ChatGPT പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ രോഗം ഡയഗ്നോസ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. കാരണം ഒരിക്കലും ഒരു ഡോക്ടറിന് തുല്യമല്ല ഈ യൂട്യൂബും ഗൂഗിളും AIയും ഒക്കെ കേട്ടോ. ചെറിയ കാര്യങ്ങള് നോക്കാറുണ്ട് മിസ്. അതായത് വളങ്കടി, അങ്ങനെ കുട്ടികൾക്ക് വരുന്ന ചെറിയ കാര്യങ്ങൾ മാത്രം ഇടയ്ക്ക് അതിലാണ് നോക്കാറ്. നമ്മുടെ കയ്യിൽ ഫോൺ എപ്പോഴും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുമ്പോഴോ അപ്പൊ തന്നെ നമ്മള് യൂട്യൂബ് അടിച്ചു നോക്കും, അല്ലെങ്കിൽ ഗൂഗിളിൽ അടിച്ചു നോക്കും ഇത് എന്താണ്. അപ്പൊ അതിനകത്ത് കുറെ കാര്യങ്ങൾ അവര് നിരത്തിയിട്ടുണ്ടാകും. അപ്പൊ നമ്മൾ വെറുതെ ടെൻഷൻ ആവുള്ളൂ. അതിനകത്ത് ക്യാൻസർ വരെ ഉണ്ടാവാം ചിലപ്പോ. നമ്മൾ അടിച്ചു കൊടുക്കുന്ന സിംറ്റംസ് കാണുമ്പോൾ അവര് പറയാം ക്യാൻസറിന് ചാൻസ് ഉണ്ടെന്ന് വരെ പറയാം, അല്ലെ? പക്ഷെ ഒരിക്കലും MD എടുത്തിട്ടുള്ള ഒരു ഡോക്ടറിന് അത്രയും അധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ അല്ല നമ്മുടെ കൂടുതലൊന്നും, അല്ലെ? അപ്പോ ഇപ്പോഴത്തെ ആളുകൾക്ക് പറ്റുന്ന അബദ്ധമാണത്. കാരണം കൂടുതൽ ടെൻഷൻ അടിക്കും. കാരണം നമ്മൾ ഡോക്ടറെ കാണാൻ പോയിട്ടില്ല. പോകുന്നതിന് മുമ്പ് നമ്മൾ തന്നെ തിങ്ക് ചെയ്യാണ് നമ്മൾക്ക് ഇതാണ് അല്ലെങ്കിൽ അതായിരിക്കാം എന്നൊക്കെ. ഇപ്പൊ നമ്മളത് ഡോക്ടറോട് പറയുമ്പോൾ ചിലപ്പോൾ ഡോക്ടർ ചിരിക്കും. നിങ്ങൾ തന്നെ നിങ്ങളുടെ രോഗം ഡയഗ്നോസ് ചെയ്തോ, ഇതാണെന്ന് തീരുമാനിച്ചോ എന്ന് ചോദിക്കും. അപ്പൊ അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ, സിംറ്റംസോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഒരു വല്ലാത്ത ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കുക. അപ്പൊ ഡോക്ടറെ കാണിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള രോഗം വരും. അതായത് ഒരു സ്ഥലത്ത് മാത്രമായിരിക്കില്ല ചിലപ്പോൾ പെയിൻ ഉണ്ടാവുക. ചിലപ്പോൾ പെയിൻ ഉണ്ടാകുക അതിൻ്റെ കൂടെ തലകറക്കം ഉണ്ടാവാം, അല്ലെങ്കിൽ വേറെ വല്ല പനി ഉണ്ടാകാം. അപ്പൊ നമുക്ക് എന്ത് ടെസ്റ്റ് ചെയ്തിട്ട്, അതായത് പലതരം ടെസ്റ്റുകൾ ചിലപ്പോൾ നമുക്ക് നടത്തേണ്ടി വരേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമാണ് നമ്മുടെ രോഗം കണ്ടുപിടിക്കാനായിട്ടൊക്കെ സാധിക്കുക. ഇപ്പൊ ഈവൻ മൈഗ്രെയിൻ വന്നാൽ പോലും നമുക്ക് ചിലപ്പോൾ അത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല. MRI എടുത്താലോ CT എടുത്താൽ പോലും അതിനകത്ത് തെളിയില്ല. അങ്ങനെ ചില കാരണങ്ങൾ കൂടി ഉണ്ട്. അപ്പോ വ്യക്തമായിട്ട് നമ്മുടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്താൽ മാത്രമാണ്, നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മാത്രമാണ് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളും നമുക്ക് തരുള്ളൂ, അല്ലെ? അപ്പോ ദയവ് ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ ഗൂഗിള് സെർച്ച് ചെയ്യാതിരിക്കുക കേട്ടോ. അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ടെൻഷൻ ആവും. ഓക്കെ, പിന്നെ നമ്മൾ അങ്ങോട്ട് വിചാരിക്കാം നമുക്ക് ഇതാണ്, വേണമെങ്കിൽ അതിന്റെ നമ്മള് ചില പൊടിക്കൈകൾ ഉപയോഗിക്കാം. ചിലപ്പോൾ അതാണെന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് നോക്കിയിട്ട്
യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ പൊടിക്കൈകളൊക്കെ വീട്ടിൽ അല്ല മിസ്, അത് സത്യമാണ്. കാരണം പല വീഡിയോസ് നമ്മളിങ്ങനെ കാണുമ്പോഴത്തേക്കും ഏതാണ്ടൊക്കെ ആ സിംറ്റംസ് വരുമ്പോ അയ്യോ എനിക്ക് ആ ഇത് ഉണ്ടോ നമുക്കൊരു ഡൗട്ട് തോന്നും. അപ്പോഴേ നമുക്ക് ഇത്തിരി ടെൻഷൻ കൂടാൻ തുടങ്ങും. ഇത് പിന്നെ എനിക്ക് മറ്റൊരു അബദ്ധം ഉണ്ടായതുകൊണ്ട് സിസ്റ്റർ അഡ്വൈസ് ചെയ്തതാണ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിട്ട് ഡോക്ടറിനെ കാണിക്കാനായിട്ട്. അത് ഒരു മൊബൈൽ എന്ന് പറയുന്നത്, ഈ യൂട്യൂബ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു നമുക്ക് ദോഷവും ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ വഴി തെറ്റിക്കുന്നുണ്ട് ആ ഒരു ആസ്പെക്ടില്. മിസ്, മുമ്പ് ഇതേപോലെ മുഖക്കുരു മാറാനായിട്ട് ഞാൻ നോക്കിയിരുന്നു. എന്നിട്ട് മുഖത്ത് അതിനേക്കാളും ഭയങ്കര കുരുക്കൾ വന്നു. ഭയങ്കര ബുദ്ധിമുട്ടായി പോയി. ഇത് ചെയ്യാനായിട്ട് അവര് ഓരോന്നും പറയുമല്ലോ, ഓരോ ദിവസം ഓരോന്ന് ചെയ്യണം. അപ്പൊ ഈ സ്ക്രബ് ചെയ്യണതും അതൊക്കെ നോക്കാറുണ്ടായിരുന്നു. അതൊന്നും ഇപ്പൊ ഇല്ല മിസ്. അതുകൊണ്ട് ഇപ്പൊ ഓക്കെയാണ്. അന്ന് നല്ല മോക്കുരും ഭയങ്കര അതിനേക്കാളും ഭയങ്കരമായിട്ട് ഇതായിട്ടുണ്ട്. പിന്നെ യൂട്യൂബ് അതില് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർത്തി. അതുപോണക്ക് മിസ്സേ, ഞങ്ങൾ എടുത്തൊരു ക്വസ്റ്റ്യൻ ഇതുപോണക്ക് വയറ്റുവേദന വന്നേ. വയറുവേദന വന്നപ്പം അവൻ ഇതുപോണക്ക് ഫോൺ നോക്കി, അവന് വന്ന ഇതെല്ലാം ഫോണിലെടുത്ത് നോക്കി. അവൻ ഏതാണ്ട് വലിയ അസുഖമാണെന്ന് തെറ്റിദ്ധരിച്ച് അവനാണെങ്കിൽ തൂങ്ങി മരിച്ചു. വന്ന സിംറ്റംസ് എല്ലാം ഫോണിൽ ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് നോക്കി അവനെ വിലയിരുത്തി അവർ ഏതാണ്ട് വലിയ അസുഖമാണെന്നും പറഞ്ഞ് അന്ന് ആ കാരണം അവൻ തൂങ്ങി മരിച്ചു. പക്ഷെ റിസൾട്ട് വന്നു അത്ര വലിയ അസുഖങ്ങളോ ഒന്നുമില്ല. എന്തോ ഒരു ആമവാദമോ അങ്ങനെ എങ്ങാണ്ട് പറയുന്ന ഒരു രോഗമായിരുന്നു അവന്. പക്ഷെ അവൻ അതിനെ കൂടുതൽ ഫോൺ അടിച്ചു നോക്കി ഇരുന്നിരുന്ന് അവന് മെന്റലി ഡിപ്രഷനായിട്ട് അവൻ ആത്മഹത്യ ചെയ്തു. അത് +2 പഠിക്കുന്ന കുഞ്ഞായിരുന്നു. ഓക്കെ. നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ എനിക്ക് റീസെന്റ് ആയിട്ട് ഭയങ്കര നെക്ക് പെയിൻ ആയിരുന്നു. നെക്ക് പെയിൻ എന്ന് പറഞ്ഞാല് അതിഭീകരമായിട്ടുള്ള നെക്ക് പെയിൻ. എന്നിട്ടും ക്ലാസ് എടുക്കുമായിരുന്നു, എന്നാലും ചില ദിവസങ്ങളൊക്കെ ലീവ് ആയിരുന്നു. അപ്പൊ ഈ നെക്ക് പെയിൻ വന്നപ്പോൾ നെക്ക് പെയിൻ ഉണ്ടായിരുന്നു. അതുപോലെ 1 മാസം മുമ്പായിട്ട് തുടങ്ങിയത്. അതുപോലെ തന്നെ ബാക്ക്, അതായത് നട്ടലിന്റെ സൈഡ്, അവിടെയും പെയിൻ ഉണ്ടായിരുന്നു. അപ്പൊ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ട് പോയി. ഓർത്തോ ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോൾ ആദ്യം ആ ഡോക്ടർ പറഞ്ഞത് വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. കാരണം നമ്മൾ വെയിൽ കൊള്ളുന്നില്ലല്ലോ, എപ്പോഴും ക്ലാസ് റൂമിൽ തന്നെയാണല്ലോ. അങ്ങനെ വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്ത് അതിനകത്ത് ഡെഫിഷ്യൻസിയാണ്. അപ്പൊ അതിനുള്ള മരുന്നുകളും പിന്നെ പെയിന്റ് മരുന്നുകളൊക്കെ തന്നു. അപ്പൊ പുറം വേദന മാറി, പക്ഷെ കഴുത്തിന്റെ പെയിൻ മാറുന്നുണ്ടായിരുന്നില്ല. 2 ആഴ്ചയോളം മരുന്ന് കഴിച്ചിട്ടും പെയിൻ മാറുന്നില്ല. അങ്ങനെ വീണ്ടും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറെ കൂടി കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡോക്ടർ എക്സ്റേ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കഴുത്തിന്റെ എക്സ്റേ എടുത്തപ്പോൾ അതിനകത്ത് കഴുത്തിന്റെ ലെഫ്റ്റ് ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു ബോൺ ഇങ്ങനെ വളർന്ന് കൂർത്ത് ഞരമ്പിനോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുമൂലം നെക്ക് പെയിൻ ഉണ്ട്, കൂടാതെ തലകറക്കമുണ്ട്. അങ്ങനെ കുറെ അധികം ഇഷ്യൂസ് എന്നെ ഇങ്ങനെ ബാധിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഡോക്ടർ വേഗം പറഞ്ഞു നമുക്ക് MRI എത്രയും പെട്ടെന്ന് എടുക്കണം എന്ന് പറഞ്ഞു. ഈ MRI എടുത്തു കഴിഞ്ഞപ്പോഴും നമുക്ക് ഈ MRIയുടെ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല, അല്ലെ? നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ഒരു പ്രൊഫഷണലിന് മാത്രമാണ് അതിനകത്ത് ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഞാൻ ഇതുപോലെ തന്നെ, കാരണം പേടിയുണ്ട് നിങ്ങളോട് ഞാനത് പറയുന്നുണ്ടെങ്കിൽ കൂടിയും ഞാനും ഗൂഗിൾ അടിച്ചു നോക്കി. അപ്പൊ അതിനകത്തൊരു കാര്യം കണ്ടതാണ് സെർവിക്കൽ സ്പൈൻ ക്യാൻസർ. അതായത് നമ്മുടെ സെർവിക്കൽ സ്പൈനിൽ വരുന്ന ക്യാൻസറിന് ഇതുപോലെയുള്ള സിംറ്റംസ് ആണ് ഉണ്ടാവുക. അപ്പൊ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. അപ്പൊ എനിക്ക് ടെൻഷനായി. ഇപ്പൊ ഞാൻ എന്റെ അനിയത്തി ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്, അബുദാബിയില്. ഞാൻ അവൾക്ക് MRIയുടെ റിപ്പോർട്ട് അങ്ങോട്ട് അയച്ചു കൊടുത്തു ഡോക്ടറോട് ചോദിക്കാൻ വേണ്ടിയിട്ട്. കാരണം 2 ദിവസം കൂടി വെയിറ്റ് ചെയ്താലാണ് ഡോക്ടറെ കാണാനായിട്ട് സാധിക്കുക. അങ്ങനെ അവള് പറഞ്ഞു മോള് പേടിക്കേണ്ട രീതിയിലുള്ള കാര്യങ്ങളൊന്നുമില്ല, ചെറിയ പ്രശ്നമാണുള്ളതെന്ന് പറഞ്ഞു. 2 ദിവസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഡോക്ടറെ കണ്ടപ്പോഴാണ് ഡിസ്കിന് ചെറിയ തകരാറുണ്ട്, അതുകൊണ്ടാണ് നെക്ക് പെയിൻ വരുന്നത്. അപ്പൊ അതായത് നമ്മളിങ്ങനെ ഡോക്ടറെ കാണിക്കുന്നതിന് വരെ, അതായത് 2 ദിവസമൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്ത് നമുക്ക് എനിക്കും സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ കഴുത്തില് പെട്ടെന്ന് നോക്കുമ്പോ പെട്ടെന്ന് ഒരു വീർപ്പ് ഒരു സൈഡ് മാത്രം. അപ്പൊ ഇതേപോലെ ആകെ ടെൻഷനായി ഡോക്ടറെ അടുത്ത് പോയപ്പോ ഇതേപോലെ അതിന്റെ ഉള്ളില് കുത്തിയെടുത്തിട്ട് അയച്ചു കൊടുത്തു. ഒരാഴ്ച കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നത്. പക്ഷെ ആ ഒരാഴ്ച ഉള്ളിൽ ഒരു മരണ വീട് പോലെയായിരുന്നു വീടൊക്കെ. അറിയാത്തോണ്ട് എന്ത് റിസൾട്ട് അല്ലാതെ പേടിച്ചത് കേട്ടിട്ട് നോക്കുമ്പോ ഒരു ഹോർമോണിന്റെ ആയിരുന്നു ഇത്ര പെട്ടെന്ന് വന്നത്. അത് എന്നെ പോവുകയും ചെയ്തു. മിസ്സേ, എനിക്കുണ്ടായിരുന്നു മിസ്സേ. ഡെലിവറി കഴിഞ്ഞ സമയത്ത് നമ്മുടെ റൈറ്റ് ഹാൻഡിന്റെ ആ ഒരു ആം പിറ്റില് ചെറിയൊരു
തടിപ്പ് മുഴ പോലെ വന്നു. അത് ഡെലിവറി എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു അത്. അപ്പൊ ഇനി ഡെലിവറി കഴിഞ്ഞപ്പോ അത് ജസ്റ്റ് ഒന്ന് കുറച്ചും കൂടെ ഒന്ന് എൻലാർജ് ആയത്. അപ്പൊ എനിക്ക് അപ്പൊ തൊട്ട് ഭയങ്കര ടെൻഷനായി. ഇനി എന്താണ്, അപ്പൊ തന്നെ ഗൂഗിള് നോക്കി എല്ലാം ഇങ്ങനെ. അപ്പൊ അതിൽ കണ്ടത് ആ ഒരു മുഴ പോലെ കണ്ടത് ക്യാൻസർ എന്നാണ് അതിൽ കാണിക്കുന്നത്. ഞാനപ്പൊ ഇവിടെ അബുദാബിയിലാണ്, ഞാനും ഹസ്ബൻഡും കുഞ്ഞും. അപ്പൊ ഞാൻ ഹസ്ബൻഡിനോട് ഇതൊന്നും പറയുന്നില്ല ഇങ്ങനെ. ഞാൻ എപ്പോഴും അമ്മയെ വിളിച്ചിട്ട് പറയാം, അമ്മ എനിക്ക് പേടിയാവണു, ഇനി എനിക്ക് അറിയില്ല ഞാൻ എന്താ ചെയ്യുക, എന്താണെങ്കിലും വിധി പോലെ വരട്ടെ, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ എന്നിട്ട് ഞാൻ ഹസ്ബൻഡിനോട് ഒന്നും പറയുന്നില്ല. അപ്പൊ അമ്മ പറഞ്ഞു, നീ ഇങ്ങനെ പേടിക്കല്ലേ, നിങ്ങൾ ഇനി എപ്പോഴാ നാട്ടിലേക്ക് വരുന്നേ, നീ ഉണ്ണിയോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ അമ്മ ചോദിക്കുന്നുണ്ട്. ഇല്ല അമ്മ, ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് അറിയില്ല എന്താവുന്ന്, എനിക്ക് അറിയില്ല. ഞാൻ ഭയങ്കര എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല, ഞാൻ അത്രയും ഭയങ്കരമായിട്ട് ചിന്തിച്ചു പോയി. ഞാൻ നോക്കുമ്പോഴൊക്കെ ഇങ്ങനെ അത് നോക്കുമ്പോ ക്യാൻസറിലേക്കാ പോകുന്നത്. പിന്നെ അങ്ങനെ പിന്നെ ഞാൻ നാട്ടിലേക്ക് പോവാറായി ഒരു 6 മാസം കഴിഞ്ഞപ്പോ. അമ്മ ഞാൻ വരാം. അപ്പൊ ഞാനും കുഞ്ഞുമായിട്ടാ പോകുന്നത്. നാട്ടിൽ ചെന്നു. അമ്മയ്ക്ക് ടെൻഷൻ ഉണ്ടെങ്കിലും അമ്മ ഒന്നും പറയല്ലോ, ഒന്നുമില്ല, അതൊന്നുമില്ല, നീ വെറുതെ, നിനക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതൊക്കെ അങ്ങനെ ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ലാസ്റ്റ് നാട്ടിൽ ചെന്ന് പിറ്റേ ദിവസം ഞാനും അമ്മയും ഇതുപോലെ ഡോക്ടർ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് തൃപ്പൂണിത്തുറ ദേവി ഹോസ്പിറ്റലിലാണ് പോയത്. അപ്പൊ അവിടെ സർജനെയാണ് കണ്ടത്. എന്നിട്ട് ഞാൻ ഹസ്ബൻഡിനോട് ഇങ്ങനെയൊന്നും പറഞ്ഞില്ല. ഇങ്ങനെയൊന്ന് പറഞ്ഞു, ജസ്റ്റ് ചെറിയൊരു ഇതുണ്ടോന്ന് കാണിക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞു. അവിടെ ചെന്ന് ഡോക്ടറിന് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് എനിക്ക് എന്റെ കൈയും കാലും വിറക്കിയില്ല. അപ്പോഴും അമ്മ പറയും ഒന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ശരിക്കും തണുത്ത് വിറച്ചിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു എന്റെ. എന്നിട്ട് ഡോക്ടർ ഒരു മെയിൽ ഡോക്ടർ ആയിരുന്നു, ഒരു ചെറുപ്പക്കാരൻ. ഡോക്ടർ വന്നിട്ട് ഒന്ന് കാണിക്കുക ഐശ്വര്യ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ കാണിച്ചു. അപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ശരിക്കും വിറച്ച്, എനിക്ക് ഓർക്കാൻ വയ്യ ആ ഒരു അവസ്ഥ. എന്നിട്ട് ഡോക്ടർ അതൊന്ന് ഇങ്ങനെ തൊട്ട് നോക്കി. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു, ഇതൊന്നുമില്ലല്ലോ, ഇതൊരു കുഴപ്പമൊന്നുമില്ലല്ലോ, സാർ എന്തോ ഒരു പേര് പറഞ്ഞു അതിന്റെ, ഇത് പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോഴും എനിക്ക് ടെൻഷൻ, സാർ അത് അതിന്റെ ഉള്ളില് സാർ ഒന്ന് ശരിക്കും ഒന്ന് നോക്ക്. അപ്പോഴും സാർ ഇങ്ങനെ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, ഇല്ല ഐശ്വര്യ, ഇതൊന്നുമില്ല, ഐശ്വര്യക്ക് ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ആ ശരി, സ്കാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് പിന്നെ കൊണ്ടുപോയിട്ട് മാമോഗ്രാമോ അങ്ങനെ എന്താ ഒരു ഭാഗം ഫുൾ, ആ ബ്രസ്റ്റിന്റെ ആ ഒരു അത് കൈ ഫുൾ അവർ സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്യാൻ കിടക്കുമ്പോഴും എന്റെ മനസ്സിൽ അവരിങ്ങനെ സ്ക്രീനിൽ കാണുന്നുണ്ട്. അപ്പൊ എനിക്ക് കുറച്ച് പ്രായമായിട്ടുള്ള ഒരു സാറായിരുന്നു. എനിക്ക് ചോദിക്കണം എന്നുണ്ട്. അപ്പൊ കൂടെ നിൽക്കുന്ന സിസ്റ്റർ എന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുക. ഞാനപ്പൊ ഇങ്ങനെ ആ ഒരു സൈഡ് ഫുൾ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് വെക്കുമ്പോ എനിക്ക് ആ ഒരു ടെൻഷനും, എന്റെ ടെൻഷൻ ആ സിസ്റ്ററിന് മനസ്സിലായി. ഞാൻ കരഞ്ഞോണ്ടിരിക്കുകയാണ് ആ ഒരു അവസ്ഥയിൽ. അവരുടെ സ്ക്രീനിൽ നോക്കുമ്പോ അവരൊന്നും പറയണില്ല. സിസ്റ്റർ ഇങ്ങനെ ഒന്നുമില്ല. പിന്നെ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവരോട് ചോദിച്ചപ്പോഴും അവരൊന്നും പറഞ്ഞില്ല. സിസ്റ്റർ പറഞ്ഞു, ഡോക്ടറിന്റെ അടുത്ത് പോയാൽ മതി, ഡോക്ടർ പറയുമെന്ന് പറഞ്ഞു. പിന്നെ അതുകൊണ്ട് ഡോക്ടറിന്റെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ ഒന്നുമില്ലെന്ന്, ഇത് നോർമലി ഡെലിവറി കഴിയുമ്പോൾ ചില സ്ത്രീകൾക്ക് വരുന്നതാണ്. ആ വശത്തെ ആ ഒരു കുറച്ച് ഫ്ലഷ് ഒന്ന് സാഗി പോലെ ഇങ്ങനെ ഒന്ന് ആവുന്നതാണ്, അല്ലാതെ ഇത് വേറെ ഒന്നുമില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കീറി സർജറി ചെയ്ത് കളയാം, അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം, അത് അത്ര ആവശ്യമുള്ള ഒന്നുമല്ല, വേറെ പേടിക്കാൻ ഒന്നുമില്ല, അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല എന്ന് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞ് എന്നെ മനസ്സിലാക്കി. അപ്പോഴാണ് എനിക്ക് സമാധാനമായ. കുറെ നാള് ഞാൻ ഈ ഗൂഗിളിൽ നോക്കി. ഇത് ചെറുതായി കാണുകയാണെങ്കിൽ വേഗം കാണിക്കണം ഐശ്വര്യ. കാരണം എന്റെ മദറിലോക്ക് ഇതേപോലെ കണ്ടിട്ട് ആള് പറഞ്ഞില്ല ബ്രസ്റ്റുമേ. എന്നിട്ട് 2 വർഷമായിട്ട് കല്ല് പോലെയായി, ആ ബ്രസ്റ്റ് മുഴുവൻ കല്ല് പോലെയായി, എന്നിട്ടും പറഞ്ഞില്ല. പുറമേക്ക് ഓറഞ്ചിന്റെ തൊലി പോലെ കളറ് വന്നപ്പോഴാണ് പറഞ്ഞത്. ഇത് ബ്രസ്റ്റിലല്ല, ഇത് എനിക്ക് ആ ആംപിറ്റിന്റെ ആ ഒരു സൈഡിൽ ഇങ്ങനെ, അത് ഡെലിവറി കഴിയുമ്പോ വരുന്ന ഹോർമോൺ ചേഞ്ചസ് ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെ അതങ്ങനെ പറഞ്ഞു. ഇനിയിപ്പോ അത് എന്താണെങ്കിലും കളയണം. ഞാൻ ആ റിപ്പോർട്ട് ഇപ്പൊ മോൾക്ക് 8 വയസ്സായി, പക്ഷെ ഇപ്പോഴും ഉണ്ട് ആ സംഭവം. അത് ഫാറ്റിന്റെ ഒരു ഇതാണ്, പറഞ്ഞത് ഡോക്ടറെ ഫാറ്റ് ആ ടൈമില് എനിക്കും ഉണ്ടേ. അപ്പൊ ഇത് പ്രഗ്നൻസി ടൈമിലാണ്, ഫസ്റ്റ് പ്രഗ്നന്റ് ആയ ടൈമില് നല്ല വണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു വ്യത്യാസമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനും 5-ാം മാസത്തിൽ തന്നെ വേഗം സർജറി എടുത്ത് പോയി. നമ്മള് സെർച്ച് ചെയ്ത് നോക്കുമ്പോ കൂടുതൽ അത് ക്യാൻസറിന്റെ ഇതിലേക്കാ പോകുന്നത്. അതാ പെട്ടെന്ന് അത് കാണിക്കുന്ന ക്യാൻസർ. കാരണം അത് യൂട്യൂബിലും അങ്ങനെ കാണിക്കുന്നുണ്ട് മിസ്. അത് ഞാൻ എന്നും വ്യത്യാസം ഉണ്ടോ നിങ്ങളുടെ? അതുകൊണ്ട് ഭയങ്കര ഡിപ്രഷൻ ആയിരുന്നു. ഞാനായിട്ട് കുളിക്കാൻ നേരത്തേക്ക് ഇങ്ങനെ ആലോചിക്കും, ദൈവം എന്റെ കുഞ്ഞിന് ഇത്ര ആയതേ ഉള്ളൂ, ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ശരിക്കും കരഞ്ഞു. ഞാൻ കരഞ്ഞോണ്ടായിരുന്നു എല്ലാ ദിവസവും എനിക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ആരോട് പറയാനും പറ്റില്ല, അമ്മയ്ക്ക് മാത്രം അറിയാം.
അതൊരു വല്ലാത്തൊരു ഞാൻ അവസ്ഥയായിരുന്നു. പീഡിയാട്രീഷ്യനെ കാണിച്ചായിരുന്നു. നമ്മളവിടെ ഉള്ളപ്പോ തന്നെ ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു ഇപ്പൊ ഇത് കുഴപ്പമില്ല, പിന്നെ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞു. ഫാറ്റ് ആണോ, ഇങ്ങനെ സെക്കൻഡ് ബ്രസ്റ്റ് പോലെ വരുമല്ലോ, അപ്പൊ അങ്ങനെയാണോ ഒരു ഡൗട്ട് പറഞ്ഞു ഡോക്ടർ. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളോ സിംറ്റംസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഉടനെ തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക കേട്ടോ, വൈകിക്കരുത്. എന്തെങ്കിലും നിങ്ങൾക്ക് അസ്വാഭാവികമായിട്ടുള്ള കാരണങ്ങൾ തോന്നുവാണെങ്കിൽ ഉടനെ തന്നെ ചെയ്യാം. നമ്മൾ തന്നെ കുറെ തിങ്ക് ചെയ്യരുത് അതാണ് ഇതാണ് അല്ലെങ്കിൽ അതായിരിക്കാം, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും നോക്കരുത് കേട്ടോ. അപ്പൊ നമ്മൾ കൂടുതൽ ടെൻഷൻ ആവുകയും പിന്നെ അതിന് പുറമെ നമുക്ക് വേറെ അസുഖം വരികയും ചെയ്യും. വെറുതെ എന്തിനാണ് നമ്മുടെ ആരോഗ്യം കളയുന്നതും അസുഖത്തെ ക്ഷണിച്ചു വരുത്തുന്നതും. അപ്പൊ അങ്ങനെ ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ നമ്മൾ ഹെൽത്ത് ചെക്കപ്പിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അല്ലെ. ഹെൽത്ത് ചെക്കപ്പിന്റെ തുടക്കമായിരുന്നു നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പോ പറഞ്ഞു പോയത്. അപ്പൊ ഈ ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു അസുഖം തടയുന്നതിനോ അല്ലെങ്കിൽ അത് മുൻകൂട്ടി കണ്ടുപിടിക്കുന്നതിനോ ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഹെൽത്ത് ചെക്കപ്പുകൾ നമ്മളെ സഹായിക്കും. ഓക്കെ, അപ്പൊ വെറുതെയല്ല ഹെൽത്ത് ചെക്കപ്പ് ചെയ്യണം എന്ന് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം നമ്മൾക്ക് ഉണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ ഡയഗ്നോസ് ചെയ്യാനായിട്ട് സാധിക്കും ഹെൽത്ത് ചെക്കപ്പിലൂടെ, അല്ലെ. പെട്ടെന്ന് തന്നെ ഡയഗ്നോസ് ചെയ്യാം. അതുപോലെ തന്നെ എന്തെങ്കിലും അസുഖം വരുവാണെങ്കിൽ അത് എന്താ പറയാ പ്രിവെന്റ് ചെയ്യാം. മാക്സിമം അതിന്റെ ഫസ്റ്റ് സ്റ്റേജിലൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് മാക്സിമം പ്രിവെന്റ് ചെയ്യാനും സാധിക്കും. അതിനെയാണ് ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഇപ്പോ എല്ലാ വർഷവും ഒരു ഹെൽത്ത് ചെക്കപ്പ് എടുക്കണം എന്നാണ് പറയുന്നത്. ഇപ്പൊ 35 വയസ്സ് കഴിഞ്ഞ ആളുകൾ തീർച്ചയായും നിർബന്ധമായും, അത് പ്രത്യേകിച്ച് ഡോക്ടർമാർ സജസ്റ്റ് ചെയ്യുന്നതാണ്, അബവ് 35, അതായത് 35+ ആളുകൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്തിരിക്കണം, ഹെൽത്ത് ചെക്കപ്പ് എടുത്തിരിക്കണം. കാരണം നമ്മുടെ ബോഡിയിൽ നമുക്ക് ക്യാൻസർ ഉണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റുമല്ലോ മിസ്. ക്യാൻസർ ഉണ്ടോ, സ്റ്റോക്ക് അല്ലെ, എല്ലാത്തിനും ചെക്കപ്പ് ഉണ്ട്. ലിവർ ഇപ്പൊ കൂടുതൽ നമ്മുടെ റിലേറ്റീവ്സിന് കൂടുതൽ ലിവർ സിറോസിസ് പോലെയുള്ള അസുഖങ്ങളാണ് ഭയങ്കരമായിട്ട് ഡേഞ്ചർ ആയിട്ട് വരുന്നത്. കിഡ്നി ഫെയിലിയർ ആയിട്ട്, ഷുഗറും ഇതേപോലെ അടിച്ച് കയറിയിട്ട് അച്ഛൻ അങ്ങനെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അങ്ങനെ അപ്പൊ അതൊക്കെ ഇപ്പൊ ചെക്കപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ അതിന്റെ ട്രീറ്റ്മെന്റും പറഞ്ഞു കൊടുക്കും ഡോക്ടർമാര്. ഓക്കെ ഓക്കെ. അപ്പൊ അത്തരത്തില് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു, ജുവൽ മേരിയുടെ ഇന്റർവ്യൂ. ഒരു ആങ്കർ ആണ്, അറിയാമല്ലോ അല്ലെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു അല്ലെ. അപ്പൊ അവരത് പറയുന്നുണ്ട് എർലി ഡയഗ്നോസ് ആണ്, പെട്ടെന്ന് തന്നെ അത് ഡയഗ്നോസ് ചെയ്യാൻ സാധിച്ചു, പെട്ടെന്ന് തന്നെ അതിനുള്ള ട്രീറ്റ്മെന്റ് സർജറി ഒക്കെ കഴിഞ്ഞു. ഇപ്പൊ അവർക്ക് ഫ്രീ ഓഫ് ക്യാൻസർ ആണ്, അതായത് ക്യാൻസർ ഇല്ലാന്ന് ഡോക്ടർ സർട്ടിഫിക്കറ്റ്, ആ ഒരു റിസൾട്ട് അവർക്ക് കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പൊ അത്തരത്തിൽ അതായത് പെട്ടെന്ന് തന്നെ നമുക്കിത് കണ്ടുപിടിക്കുവാണെങ്കിൽ, ഇപ്പൊ എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നി പെട്ടെന്ന് തന്നെ ഡോക്ടർ പറയാണ് നമുക്ക് ഇത് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ അപ്പൊ ഒട്ടും തന്നെ വൈകിപ്പിക്കരുത്. അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അവരത് കണ്ടുപിടിക്കുമ്പോൾ അതിനുള്ള നടപടികൾ നമ്മൾ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കതിനെ പ്രിവെന്റ് ചെയ്യാം. ആ രോഗം നമുക്ക് ഫ്രീ ഓഫ് ഡിസീസ് ആവും, പിന്നെ അതായത് ആ രോഗം തന്നെ ഇല്ലാതാകും നമുക്ക്. അപ്പൊ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഇത് നടത്തുന്നത്, ഹെൽത്ത് ചെക്കപ്പ് നടത്തുന്നത്. അപ്പൊ നമ്മൾ എല്ലാ വർഷവും അല്ലെങ്കിൽ 6 മാസത്തിൽ ഒരിക്കലൊക്കെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം നല്ലതാണെന്നാണ് പറയുക കേട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മള് MRI സ്കാൻ ഒക്കെ എടുക്കുമ്പോൾ, CT പോലുള്ള കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ 1 വർഷമാണ് അതിന്റെ വാലിഡിറ്റി വരിക അല്ലെ. പിറ്റേ വർഷം നമ്മളത് കാണിക്കുമ്പോൾ ഡോക്ടർ പറയും അത് പറ്റില്ല, ഒന്നും കൂടി പുതിയതെടുക്കണം എന്ന് പറയും. കാരണം ചേഞ്ചസ് വരാം, നമ്മുടെ ബോഡിയാണ്, ശരീരമാണ്, എന്തെങ്കിലും ചേഞ്ചസ് അതിനകത്ത് വരാവുന്നതാണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇതേപോലെ ചെക്കപ്പ് ചെയ്യാത്തതിന്റെ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്, കാരണം ഷുഗർ ഉണ്ടായിരുന്നു. അപ്പോ ഇതേപോലെ ഷുഗർ ഉണ്ടോ നോക്കാതെ പല്ല് ഇതേപോലെ പല്ലുവേദന ഭയങ്കരം, ഡോക്ടർ മരുന്ന് തന്നിട്ടും ആന്റിബയോട്ടിക് തന്നിട്ടും വേദന കുറയുന്നില്ല. അപ്പൊ ഡോക്ടർ ചോദിച്ചു ഇതിനും ആന്റിബയോട്ടിക് എങ്ങനെ കൂട്ടിത്തരാ എന്ന് ചോദിച്ചു. അങ്ങനെ വെറുതെ ഷുഗർ ചെക്ക് ചെയ്യുമ്പോൾ 400 സംതിങ് ഉണ്ട്. അപ്പൊ അവര് പറഞ്ഞു എന്തായാലും പല്ല് പറിക്കാൻ പറ്റൂല. ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു സംശയം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ അവര് നോക്കിയപ്പോ നല്ല ഷുഗർ ഉണ്ട്. അപ്പൊ ഇഞ്ചക്ഷൻ ചെയ്തത് മാത്രം വേസ്റ്റ് ആയി പല്ല് പറിക്കാനായിട്ട്. പിന്നെ ഇതേപോലെ കുറച്ച് കഴിഞ്ഞ് കുറെ ബുദ്ധിമുട്ടി നല്ലോണം നോർമൽ ആക്കിയിട്ടാണ് പല്ല് പറിച്ചത്. അപ്പൊ ചെക്കപ്പ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോ അത് അത്രയും ഇതാവൂലായിരുന്നു, പല്ല് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലായി പോയി. വേദനയും ഭയങ്കരം, ഷുഗർ ഉണ്ടെങ്കിൽ പല്ല് താനെ കേടാവുന്ന പറയണ, ഉള്ളില് ഇതടിച്ചിട്ടേ അങ്ങനെ. ഹലോ മിസ് പറഞ്ഞത് ശരിയാണ്. എന്റെ ഹസ്ബൻഡിന് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു.
എപ്പോഴും ക്ഷീണം, ഭയങ്കര ക്ഷീണമായിട്ട് ഇങ്ങനെ എവിടെ യാത്ര ചെയ്ത് വന്നാലും ക്ഷീണം വന്ന ഒരു കിടത്തായിരുന്നു. പിന്നെ ഇടക്കിടക്ക് ഗ്യാസ് കയറും. പിന്നെ അങ്ങനെ ഒരു ഇതായിട്ട് അങ്ങനെ ചെക്കപ്പ് ഒന്നും നടത്തിയില്ല. പിന്നെ പെട്ടെന്നൊന്ന് ബൈക്കിൽ നിന്ന് വീണതിന്റെ ശേഷമാണ് കാലിന് ചെറുതായിട്ടൊരു വീക്കം പോലെ വന്ന്. അപ്പൊ അത് ക്യാൻസർ ആയിരുന്നു. അത് പിന്നെ കാല് ഇവിടെ എറണാകുളത്ത് ലക്ഷോറിൽ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു ചികിത്സ. 5-6 വർഷം ചികിത്സ നടത്തി. പിന്നെ കാല് കട്ട് ചെയ്ത്. അപ്പൊ ആള് നല്ല ഹാപ്പി ആയി. പിന്നെ നടക്കണം, ജീവിക്കണം എന്നൊക്കെ ഉള്ളൊരു ഇതിലേക്ക് വന്ന്. പിന്നെ അത് ലെൻസിലേക്ക് ബാധിച്ച് പാളി. ഇപ്പൊ ഇല്ല, 2.5 വർഷമായി മരിച്ചിട്ട്. വിഷമിക്കണ്ട കേട്ടോ, വിഷമിക്കണ്ട. 2 മക്കളാണുള്ളത്. കുട്ടികള് എത്ര പ്രായമായി കുട്ടികള്? 2 പെൺകുട്ടികളാണ്. മൂത്താക്ക് 4 വയസ്സ് കഴിഞ്ഞു, LKG-യിലാണ്. രണ്ടാമത്തെ ആള് 3 വയസ്സ്. വേറെ എന്തെങ്കിലും ജോലിക്ക് പോകുന്നുണ്ട്? എന്താണ് പേരെന്തായിരുന്നു? മുഹമ്മദ് സുദീന ആണെന്ന് ഇതിനകത്ത്. പേരെന്തായിരുന്നു? എന്റെ പേര് താജുനിസ. താജുനിസ അല്ലെ? എന്തെങ്കിലും ജോലിക്ക് എന്തെങ്കിലും പോകുന്നുണ്ടോ താജുനിസ? ഞാന് PG വരെ കഴിഞ്ഞതായിരുന്നു, MA സോഷ്യോളജി. പിന്നെ കല്യാണം, ഇവര് ഉസ്താദായിരുന്നു, പള്ളിയിൽ വർക്ക് ചെയ്തത്. അതുകൊണ്ട് കുടുംബമായിട്ട് ഇങ്ങനെ അങ്ങനെ ഒരു ഇതിലാണ് എനിക്കും ഇഷ്ടം. പക്ഷെ ഇപ്പൊ ഒരു ജോലിക്ക് അത്യാവശ്യമാണ്, അതാണ് ഈ കോഴ്സിന് ചേർന്നത്. എന്തായാലും ദൈവം കാണുന്നുണ്ട് കേട്ടോ, അതൊക്കെ വിഷമിക്കണ്ട. എപ്പോഴായാലും നമുക്ക് ഇതിൽ നിന്ന് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കും കേട്ടോ. എത്രയും പെട്ടെന്ന് ജോലിയും കിട്ടും താജുനിസ. വിഷമിക്കണ്ട കേട്ടോ. 2 മക്കളുണ്ട്, അപ്പൊ അവരുടെ കാര്യം നോക്കുക. ഇപ്പൊ അവർക്ക് വേണ്ടി ജീവിക്കണം എന്നുള്ളൊരു തീരുമാനം. ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കാം കേട്ടോ. ഉറപ്പായിട്ടും താജുനിസയ്ക്ക് എന്തായാലും ജോലി കിട്ടും. കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുമ്പോ തന്നെ കിട്ടും. വിഷമിക്കണ്ട കേട്ടോ. ഞങ്ങൾ എല്ലാവരും ഉണ്ട് കൂടെ. എന്ത് വിഷമം ഉണ്ടെങ്കിലും പറയാ താജുനിസ കേട്ടോ. ഓക്കെ. അപ്പൊ ഇപ്പൊ ഇതുപോലെ ഹെൽത്ത് ചെക്കപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ നമുക്ക് പലവരും പല എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ നമുക്ക് അറിയുന്നുണ്ടാവും എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു കാര്യം എന്നുള്ളത് കേട്ടോ. അപ്പൊ അത് ശ്രദ്ധിക്കുക. അപ്പൊ ഇതിന്റെ ബാക്കി ഭാഗം, അതായത് ഞാനത് എടുത്തു തുടങ്ങിയിട്ടില്ല. അതുപോലെ തന്നെ എന്റെ 2 മാമന്മാര് പെട്ടെന്നാണ് മിസ്, അതായത് ഒട്ടും പ്രതീക്ഷയില്ല, ഉറക്കത്തിലാണ്, സൈലന്റ് അറ്റാക്ക് ആയിരുന്നു. അപ്പൊ ഒട്ടും ആൾക്ക് വേറെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഷുഗർ ഉണ്ടായിരുന്നു. ഷുഗറും ചെറുതായിട്ടൊരു ശ്വാസമുട്ട് പോലെ. പക്ഷെ എന്താണ് വിഷുവിന്റെ അന്നെന്തോ ആണ്, സദ്യയൊക്കെ കഴിച്ച് ഉറങ്ങിയതാണ് ആള്. അപ്പൊ അമ്മായി വിളിച്ചുമില്ല, ലേറ്റ് ആവുന്നതായിരിക്കും, പയ്യെ വിളിക്കാന്ന് വിചാരിച്ച് പാത്രങ്ങളൊക്കെ കഴുകി വന്ന് വിളിക്കുമ്പോൾ ആള് എണീക്കുന്നില്ല. അപ്പൊ തൊട്ടടുത്ത് ഇതേപോലെ ഒരു നേഴ്സിനെ വിളിച്ചു. ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന നേഴ്സാണ്. വന്ന് ചെക്ക് ചെയ്യുമ്പോൾ എന്താണ് ഇതാണ് സൈലന്റ് ആണ്, അറ്റാക്ക് ഒന്ന് പോയി എന്നാ പറഞ്ഞത്. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒന്നും കൂടി കൺഫേം ആക്കി. അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാണ്ട് ഒരു കുഴപ്പമില്ലാത്ത ആള് പെട്ടെന്ന്, 2 മക്കളുണ്ട്, കല്യാണം കഴിഞ്ഞിട്ടില്ല, അപ്പൊ ജോലിയാണ്, 2 ആൺമക്കളാണെന്നൊരു സമാധാനം. വീടും വെച്ചിട്ടാണ് മാമൻ. പെട്ടെന്നായി. അതേപോലെ വേറൊരു മാമനും അങ്ങനെ തന്നെ. യാത്ര കഴിഞ്ഞ് വന്ന് മാവ് കഴിച്ചതാണ്, റവ് മാവ് കഴിച്ചു കഴിഞ്ഞതും പെട്ടെന്ന് വീണു മിസ്. കുഴഞ്ഞു വീണു എന്ന് പറയുന്ന പോലെ സൈഡിലേക്ക് വീണു കഴിഞ്ഞ് പിന്നെ നേരെ ICU-ലാണ്. അപ്പൊ ഇത് തന്നെയായിരുന്നു മിസ്. അന്ന് കൊറോണ ടൈം ആയിരുന്നു. പക്ഷെ വേറൊരു മാമൻ ആ ടൈമിലല്ല, കൊറോണ ടൈമിലാണ് ഒരു മാമന് പെട്ടെന്ന് ബുദ്ധിമുട്ട് ഇതേപോലെ വീണത്, ഇങ്ങനെ മറിഞ്ഞ് ഇങ്ങനെ കുഴഞ്ഞ വീണൊക്കെ ഇങ്ങനെ മരിക്കുന്നുണ്ടല്ലോ മിസ്. അതേപോലെ പെട്ടെന്നാണ് അത് ആവുന്നത്. അങ്ങനൊരു ഭയങ്കര വിഷമമായിരുന്നു. അപ്പോ നമുക്ക് എന്തായാലും ഇനി അടുത്ത ക്ലാസ്സിൽ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. അതായത് കോമൺ ആയിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാൻ പോകുന്ന കാര്യം ഇതാണ്, ഹെൽത്ത് ചെക്കപ്പ് എന്താണ്, എന്തൊക്കെയാണ് അതിനകത്ത് വരുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ കുട്ടികളുടെ ഹെൽത്ത് ചെക്കപ്പ് എങ്ങനെയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഇത് സ്റ്റാർട്ട് ചെയ്താലും നമുക്കിപ്പോ ഇത് തീരില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള അവയർനെസ്സും കാര്യങ്ങളൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, കൂടുതലായിട്ടൊന്നും ക്ലാസ് എടുക്കാൻ പറ്റിയിട്ടില്ല.
എന്നാലും കുറെ അധികം എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഇവിടെ ഷെയർ ചെയ്തു. അപ്പൊ മാക്സിമം നിങ്ങളിലേക്ക് അത് എത്തി എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അതിലൂടെ മനസ്സിലായത് നമ്മൾ ചെക്ക് ചെയ്യണം, ഹസ്ബൻഡിനെ അതേപോലെ തന്നെ കുട്ടികളെ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണം എന്നുള്ളതാണ്. കേട്ടോ, മൂത്ത ആൾക്കുണ്ട് മിസ് അവരെ തലകറക്കം. കാര്യമാണ് ഹെൽത്ത് ഇൻഷുറൻസ് ഒരെണ്ണം എടുക്കാന്നുള്ളത്. അതെ മിസ്, അത് പിന്നെ എടുത്തു വെച്ചിരിക്കുവാണ് മിസ്, ഫാമിലി അടക്കം എടുത്തു വെച്ചിരിക്കും. ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുവാണെങ്കിൽ അത് വളരെ വലിയ കാര്യമാണ്. കാരണം നമുക്ക് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ആകെ ഒരൊറ്റ ഉള്ളൂ അല്ലെ, നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ഇപ്പൊ ഞാൻ അശ്വതി ആയിരിക്കുന്നത്, നിങ്ങള് ഇപ്പൊ ജയശ്രീ ആയിരിക്കുന്നത്, അനുമോൾ ആയിരിക്കുന്നത് ഒക്കെ ഈ ഒരു ലൈഫിൽ മാത്രമാണ്. അടുത്ത ജന്മത്തിൽ ചിലപ്പോൾ നമ്മൾ കാക്കയാകാം, പട്ടിയാകാം, പിന്നെ 7 ജന്മം ഉണ്ടെന്നൊക്കെ പറയുന്നു അല്ലെ. അത് നമുക്കറിയില്ല എന്താണ്. നമ്മളിവിടെ പ്രസന്റ് നമ്മൾ തന്നെയാണ്, അതായത് നമ്മൾക്ക് ഈ ഒരു ജന്മം മാത്രമാണുള്ളത്. അപ്പൊ നമ്മൾ ആ ജീവിതത്തില് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മുടെ ഹെൽത്തിന് തന്നെയാണ്. അത് വിട്ടുള്ള ഒരു കളിയുമില്ല അല്ലെ. അല്ല, നമുക്കറിയാം, അതായത് നമ്മൾ മാത്രമാണ് ഉണ്ടാവുക, നമ്മളാണ് തനിയെ ജനിക്കുന്നത്, നമ്മൾ മാത്രമാണ് മരിക്കുന്നത്, നമ്മൾ ഒറ്റയ്ക്കാണ്. അപ്പൊ നമ്മൾ തന്നെയാണ് ഈ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ തന്നെയാണ് അതുമായിട്ട് വെല്ലുവിളിക്കുന്നത് അല്ലെങ്കിൽ പോരാടുന്നത് അല്ലെ. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഒരു എന്താ പറയാ, ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ ഒരു ഹെൽത്ത് ചെക്കപ്പ് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്കത് ഉപകാരപ്പെടും. എപ്പോഴും നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുന്നത് എന്താ പറയാ, പണമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അസുഖങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ പണം ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു രോഗാവസ്ഥയിലും കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ചിലപ്പോൾ മറ്റാരും ഇല്ലെങ്കിൽ അസുഖം വന്നാൽ എല്ലാം തീരും മിസ്. നല്ല ഹോസ്പിറ്റലും കൂടി പോയി കഴിഞ്ഞാൽ ഒന്നുമില്ലാത്തൊരവസ്ഥയിലാവും. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അച്ഛന് വയ്യാതായിട്ട് ആസ്റ്റർ മെഡിസിറ്റിയിലായിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, തിരിച്ച് നമ്മൾ പ്രതീക്ഷിക്കണ്ട, അങ്ങോട്ട് ഇത് പോവും, അങ്ങോട്ട് ഓരോന്ന് ചെയ്യണം എന്നല്ലാണ്ട് നമുക്ക് തിരിച്ചൊരു വരവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞങ്ങള് കൂടുതലും കുറെ പരിശ്രമിച്ചു, എങ്ങനെയെങ്കിലും തിരിച്ചെടുക്കണം എന്നുള്ള ആഗ്രഹത്തില്. പക്ഷെ കിഡ്നി ഫെയിലിയർ ആയി പോയി അങ്ങനെ അച്ഛന്. അത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വരെ എത്തി, അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥയില്. അവിടെയും കുറച്ച് നാളങ്ങനെ കുറച്ച് ഇതായിട്ട് പോയി, 3-4 ആഴ്ച പിന്നെ പോയി. ശ്വാസം മാത്രമായിട്ട് 2 ദിവസം നിന്നു. അങ്ങനെയാണ് പിന്നെ ഇതായത്. ഭയങ്കര ഒരു അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ പറയാനായിട്ടെന്ന്. അപ്പൊ നമുക്ക് സൈൻ ഔട്ട് ചെയ്യാം അല്ലെ. ആരാണ് സൈൻ ഔട്ട് ചെയ്യുന്നേ? മാം, ഞാനാണ് സൈൻ ഔട്ട് ചെയ്യുന്നത്. മാം, ഇന്ന് നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം ഫോർ ഗുഡ് ക്ലാസ്. ഇന്ന് നമ്മൾ എടുത്തത് വാക്സിനേഷൻ, ഇമ്മ്യൂണൈസേഷൻ ഫ്രം ദി ബർത്ത് ടു 1 year, പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് ചെക്കപ്പ്, അതിന്റെ ഇമ്പോർട്ടൻസ് ഓരോരുത്തരുമായി പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. അതായിരുന്നു ഇന്നത്തെ ക്ലാസ്. എന്റെ വകയും എന്റെ എല്ലാ ക്ലാസ്മേറ്റ്സിന്റെ വകയും താങ്ക് യു മാം. സൈൻ ഔട്ട് ഹസ്ന. ഹെൽത്ത് ചെക്കപ്പിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. താങ്ക് യു. ഓക്കെ, താങ്ക് യു മിസ്. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. താങ്ക് യു മാം.